ഹായ് ചങ്കുകളെ, അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. പിന്നെ നല്ല മഴ നമ്മുടെ തൃശ്ശൂരൊക്കെ ആകെ ഇന്നലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലേ? അച്ഛൻ ആശുപത്രി വെള്ളം കയറി. ഇന്ന് റൗണ്ടില് ആശുപത്രി മുമ്പിൽ മരം വീണെന്ന് പറയാനുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ല മഴയും അപ്പൊ ചായ അല്ലേ, നല്ല അടിപൊളി ചായ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചായ ചായ ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കും. ഇപ്പൊ ഇതിലിപ്പോ തൊട്ടാന്ന് ചോദിക്കും അല്ലെ. അപ്പൊ നല്ലൊരു ചായ, പക്ഷെ നമ്മള് ഒരു 10 വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ 10 തരം ചായ ആയിരിക്കും. അതില് പല ടൈപ്പിലുള്ള ചായ ഉണ്ടാക്കാം. അപ്പൊ നല്ലൊരു ചായ ഉണ്ടാക്കണമെങ്കിൽ അതൊരു കൈപ്പുണ്യം തന്നെയാണ്. ഇതിപ്പോ നമ്മളിപ്പോ നോക്കിയോ, ഞാനിപ്പോ പല സ്ഥലത്തും പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ സ്ഥലത്ത് നിന്നൊക്കെ ചായ കുടിക്കുമ്പോ എത്ര സ്ഥലത്ത് ചായ കുടിച്ചാലും അത്ര ടേസ്റ്റ് ആണ്. 10 വീട്ടിൽ കുടിച്ചപ്പോ അത്ര ടേസ്റ്റ്. ചില ആൾക്കാര് ചില സ്ഥലത്തൊക്കെ നല്ല ചായ കിട്ടും, ചില സ്ഥലത്ത് മോശമല്ല, അത് അവർക്ക് അറിയുന്ന പോലെ അവരുണ്ടാക്കും. അപ്പൊ പല ടൈപ്പ്. അപ്പൊ നമുക്ക് നല്ലൊരു ചായ ഉണ്ടാക്കാം. ആ ചായ എങ്ങനെയാ? ചായ കുടിച്ചാൽ നിങ്ങൾ വിരുന്നേരൊക്കെ വരുമ്പോ അത് ഇതുപോലെ ചായ ഉണ്ടാക്കി കൊടുത്താൽ വീരുന്നേരം ഞെട്ടും, വീരുന്നേരം ഞെട്ടിക്ക. അപ്പൊ നമ്മളെടുത്താണത് മിൽമട 1/2 ലിറ്റർ പാല്, മറ്റേ മിൽമ പ്രൈഡ്, അതാണ് നമ്മളെടുത്താണത്. പിന്നെ നമുക്ക് സാധാരണ തിളപ്പിക്കുന്ന പോലെ വെള്ളം, പഞ്ചസാര, ചായ. പിന്നെ നമ്മൾ കാണിച്ചത് സ്പെഷ്യൽ ഐറ്റംസ്: ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഏലക്കായ. എന്നുവെച്ചാൽ നമ്മള് ഇഞ്ചിയും ഏലക്കായും പേരിന് മതി. അതിൽ ഇഞ്ചി കൂടി ഇഞ്ചിയുടെ കുത്തിയെടുക്കും, അപ്പൊ ചായ ടേസ്റ്റ് മാറും. അപ്പൊ ഇഞ്ചി ഉണ്ടോ എന്നുള്ള അങ്ങനെ ഒരു ആൾക്കാർക്ക് ചിന്തിക്കണം. പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ പറയും. അല്ലാണ്ട് ഏലക്കായ ഇഞ്ചി വാരി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് നിൽക്കാം, ചായ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് പ്രത്യേക കാര്യം, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അത് വേറെ കാര്യം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളിപ്പോ ആദ്യത്തെ ട്രിപ്പ് 1/2 ലിറ്റർ പാല്, 1/2 ലിറ്റർ വെള്ളം നമ്മള് തിളപ്പിക്കണ്ട. ആദ്യം നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ആദ്യം ഈ വെള്ളം തിളപ്പിക്കും, പാലിട്ട് ഒഴിച്ചാൽ മതി. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് പാൽ ഒഴിച്ചാൽ മതി. നമുക്ക് നല്ല അടിപൊളി ചായ ഉണ്ടായി കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഇത് ഈ 1/2 ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിക്കാം. തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ബാക്കിയായി നോക്കാം. ഇഞ്ചി ചാച്ചെടുക്കണം, ഏലക്കായ ചാച്ചെടുക്കാം. നമുക്കപ്പോ ഏലക്കായ ഇഞ്ചിയും ഒന്ന് ചാച്ചെടുക്കണം. അപ്പൊ നമ്മള് ഇഞ്ചിയും ഏലക്കായും ഇങ്ങനെ ചാച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇതിലോ മൂടി വെള്ളം തിളക്കട്ടെ. ഇത് നമ്മളിപ്പോ ഞാൻ പഠിച്ചത് പോയിട്ടുണ്ടെങ്കിൽ പരമാവധി ആൾക്കാരോട് കട്ടൻ ചായ പറയുള്ളൂ. കട്ടൻ ചായ കുഴപ്പമില്ല. പാൽച്ചായ ആകുമ്പോ പല ടൈപ്പ് ചായ കിട്ടും. നമുക്കാണെങ്കിൽ നല്ലൊരു ചായ കുടിക്കണം. ചില ആൾക്കാര് എന്താ പറയാ, ഒന്ന് പാല് കാണിച്ചിട്ട് ചായ ആൾക്കാരുണ്ട്. അപ്പൊ പലരും അത് ചിലപ്പോ നല്ല ചായ ഉണ്ടാക്കാനൊക്കെ അറിയാർക്ക്. പല ടൈപ്പ്. അത് കാരണം ഞാൻ ഒരു സ്ഥലത്ത് പോയാലും കട്ടൻ ചായ പറയുന്ന പറയുള്ളൂ. വേറെ കാൽച്ചായ 4 മണിക്ക് ചായ കിട്ടണമെങ്കിൽ ഒരു കാൽച്ചായ, കട്ടൻ ചായ, അത് മതി. അതാകുമ്പോൾ കുഴപ്പമില്ല. മധുരം കുറച്ച് കട്ടൻ ചായ അതാ വേണ്ടത് നമുക്ക്. അത് നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോയാൽ നല്ല ചായ കിട്ടും. ബോംബെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ നല്ല ചായ കുടിച്ചിട്ടില്ല. ഇവിടെ ബോംബെയിൽ മസാല ചായ കിട്ടും 10 രൂപ. കാരണം പോകുമ്പോ 10 രൂപ ചെറിയ ഗ്ലാസ്സിൽ അടിപൊളി ചായ. പക്ഷെ ചായ കുടിച്ചാൽ മതി, ചെറിയ തുണ്ട ചായ, മസാല ചായ. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് ഞാനൊക്കെ വെള്ളം കുടിക്കുമ്പോ ഫസ്റ്റ് അവിടെ ഇറങ്ങിയ ചായ കുടിക്കും. അവിടുത്തെ ചായ ചെറിയ ഗ്ലാസ്സില്, മറ്റേ മൂടിങ്ങനെ ചെറുതായിട്ടുള്ള ഗ്ലാസ്സില് നല്ല അടിപൊളി ചായ കിട്ടും. നമ്മളിവിടെ കണ്ടില്ല, അന്ന് ഇവിടെ മധുരയ്ക്ക് പോയപ്പോ പണ്ട് വെട്ട് ഗ്ലാസ് ഉണ്ട്, പൂ ഗ്ലാസ് ഉണ്ട്, പല ഗ്ലാസ് ഉണ്ട്. ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ മധുരയില് ഞാൻ 3 പ്രാവശ്യം പോയപ്പോ വെറും ചായ കാപ്പി മാത്രം ഉണ്ടാക്കണുള്ളൂ ആ കടയിൽ. എന്താ തിരക്ക്, വലിയ ഉണ്ടാവില്ല, ഇങ്ങനെ പാലിങ്ങനെ തിളപ്പിച്ചോണ്ടിരിക്കുക. വെറും ചായ കാപ്പി മാത്രം, വേറെ കടികളൊന്നുമില്ല. നല്ല തിരക്ക്, നല്ല അടിപൊളി ചായ.
അപ്പൊ അതുപോലൊക്കെ ചായ ഉണ്ടാക്കണവരെ ഇതുണ്ട്. ഇപ്പൊ എല്ലാ ചായക്കടയിലും അതേപോലെ കിട്ടുന്നവരില്ല. അപ്പൊ ചായക്ക് ഒരു പ്രത്യേകത ഇതുണ്ട്. നമ്മള് സ്ഥലത്ത് പോയിട്ട് ചായ കുടിച്ചാ ആ തരുന്ന ആൾക്കാരെ മനസ്സിൽ ആ ചായ ഉണ്ടാവും അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് നല്ലൊരു ചായ തമ്മിൽ നോക്കാം. പാലൊന്നും കൂടുതലല്ല, നല്ല കറക്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കണം. എന്നിട്ട് കൊറേ പാലൊഴിച്ചൊന്നും എനിക്ക് നീ ചായ ഉണ്ടാക്കും നന്നായി എനിക്കറിയാം. കമ്പനി പോയപ്പോ 2 ഗ്ലാസ് പാലും 10 ഗ്ലാസ് വെള്ളം ചായ ആൾക്കാരാ. അപ്പൊ നീക്ക് ചായ എനിക്കറിയാം. പിന്നെ ആൾക്കാരെ എണ്ണം കൊടുക്കുമ്പോ കൂടുതൽ ഇങ്ങനെ വെള്ളം കയറും. തിളച്ചു. അടിപൊളിയിലോ എന്നിട്ട് വെട്ടി തിളക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി പാലൊഴിക്കാം. അപ്പൊ നമ്മള് 1/2 ലിറ്റർ വെള്ളം 1/2 ലിറ്റർ പാല് ഇതും കൂടി തിളക്കട്ടാണ്ട്. അപ്പൊ നമ്മൾ തന്നെ മിൽമ പാലാണ്. തിളക്കട്ടെ. നമുക്കിനി ഇഞ്ചി ഏലക്കായ ഒക്കെ ഇടാം. എന്നുവെച്ചാൽ ഇതിന്റെ സത്തൊക്കെ നിറങ്ങട്ടെ. നമുക്ക് ഈ ടീസ്പൂൺ കൊണ്ട് 1 2 3 4 5 ടീസ്പൂൺ. വെച്ചാല് മധുരം കുറവുള്ള ആൾക്കാർക്ക് മധുരം കുറവ് ഉപയോഗിച്ചാൽ മതി. നമുക്കിവിടെ അത്യാവശ്യം മധുരം വേണം. കാരണം മധുരം ഇട്ടിട്ടുണ്ട്. മധുരം പാകം നോക്കി എന്നുവെച്ചാൽ തീരെ മധുരമായിട്ടിരിക്കരുത് പാച്ചായ്ക്ക്. പിന്നെ ചില ആൾക്കാര് തീരെ മധുരം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അത് ഓരോരുത്തർ ഇഷ്ടത്തിന് മധുരം കൂട്ടാം. അപ്പൊ ഈ സാധനത്തിനൊക്കെ നല്ലൊരു ചായ ആവും. തിളക്കട്ടെ നോക്കാം. അപ്പൊ നമുക്ക് ചായല ഈ ടീസ്പൂണില് 2 ടീസ്പൂൺ ചായല നന്നായിട്ട് അങ്ങനെ തിളക്കട്ടാണ്. ചായല അധികം എന്താ ടേസ്റ്റ് ആവില്ല. ചായല എന്താ നമ്മളിപ്പോ ഉപയോഗിച്ചാണ് AVT പ്രീമിയം ടീ. കാരണം നല്ല കടുപ്പം നല്ല സാധനം സെറ്റ് ആയതുകൊണ്ട് നമുക്ക് നിർത്തഞ്ഞ്. ഇപ്പൊ ഇതൊക്കെ ചായയുടെ കളറൊക്കെ നോക്കിയേ. പാകത്തിനുള്ള സെറ്റിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ തീ ഓഫാക്കി ഒരു 2 മിനിറ്റ് ഇട്ടിരിക്കട്ടെ. നമ്മൾ ചായ റെഡി. നമ്മളെ സൂപ്പർ ചായ റെഡി ആയി. നമുക്ക് ഇനി അരിച്ചൊഴിക്കാം. നമ്മുടെ നല്ല അടിപൊളി ചായ നല്ല അടിപൊളി ചായ. നല്ല പാകത്തിന് കടുപ്പും പാകത്തിന് മധുരം. മധുരം പിന്നെ പല ആൾക്കാരും പല ഇതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നുവെച്ചാല് ഏലക്കാന കുത്തൂല, ഇഞ്ചിയില് കുത്തൂല. എന്നാലും
പ്രത്യേക ഒരു ഫ്ലേവർ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ചായ ഉണ്ടാക്കി വിരുന്നുകാർക്ക് വരുമ്പോ വിരുന്നുകാർക്ക് കൊടുത്തു നോക്ക്, വിരുന്നുകാർക്ക് ഞെക്കട്ടെ. അപ്പൊ നമ്മള് വേറെ കാര്യം, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കള് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.